ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളിപ്പോൾ ബേർഡ്സിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അതിൽ ബേർഡ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ട്. അതിൽ അപ്പോൾ ഇന്നത്തെ കഴിക്കും. അപ്പോൾ അതിൻ്റെ താഴെ സീറ്റിലായിരിക്കും. അപ്പോൾ ആ താഴെ ഇരിക്കുന്ന ബേർഡ്സിന് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ബേർഡ്സിൻ്റെ കാല് ചെളിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് താഴെ പ്ലേറ്റ് വെച്ചത്. ആ സാധനം ചെയ്യാൻ പോവാണ്. അപ്പോൾ കമോൺ ഗായ്സ്. നമ്മളൊരു ബേർഡ് ഫീഡർ ആമസോണിൽ നിന്ന് വാങ്ങി ടെറസിൽ പോവുകയാണ്. ടെറസിൽ പോയിട്ട് ഈ ബേർഡ് ഫീഡർ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അത് നമ്മൾ കൊണ്ടുപോയിട്ട് ടെറസിൽ വെക്കും. കുറച്ച് അരി നമ്മുടെ കയ്യിലുണ്ട്, ഗോതമ്പില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം അരി വെച്ചിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പച്ചരി ഉണ്ട്, നോർമൽ അരി ഉണ്ട്. അതൊക്കെ മിക്സ് ആക്കിയിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് പരീക്ഷിക്കാം, പോയി നോക്കാം. വാ ഗൈസ്, ഇതാണ് ഇപ്പോൾ അതിൻ്റെ നമുക്ക് ബോട്ടിൽ. ഇതിലാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊക്കെ നമ്മളിപ്പോൾ അതിൽ ഇൻസ്റ്റാൾ ആക്കിയതാണ് കേട്ടോ, ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അത് അതിൻ്റെ അടിയിൽ വെക്കുന്നൊരു പ്ലേറ്റ് പോലത്തെ, കാരണം ഇതിലാണ് നമ്മൾ ഇതിങ്ങനെ വെക്കുക. അപ്പോൾ നിലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണത്. പിന്നെ നമ്മൾ ഇതാണ്ട് അതിനൊരു അടപ്പുണ്ട്. അടപ്പ് നമ്മൾ അരി കിട്ടിയതിന് ശേഷം അത് നമ്മൾ മൂടി വെക്കും. അപ്പോൾ ഓക്കെ, അരി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് മിക്സഡ് ആണ് കേട്ടോ, പച്ചരി ഉണ്ട്, നോർമൽ അരി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് നമുക്ക് നമ്മുടെ അങ്ങോട്ട് പോവാം. അബ്രു ഓൾറെഡി അവിടെ സെറ്റാ. അബ്രു നല്ല വെയിലാണല്ലോടാ, എന്ത് ചെയ്യും? തണലുണ്ട് അല്ലേ, നമുക്ക് തണലത്ത് നിൽക്കാം. യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് ആ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാം. അവിടെ പ്ലേറ്റ് എന്ത് ചെയ്യും? സ്ക്രൂ താട്ട്. ഇതാണ് എൻ്റെ സ്ക്രൂ. ഇത് നമുക്ക് ഇട്ടിട്ട് ഈ പാത്രത്തിൻ്റെ അടിയിൽ ഗ്യാപ്പ് തന്നിട്ടുണ്ട്. അബ്രുവിന് സാറ്റർഡേ ആണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്യണ്ടേന്ന് ഓർത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഇതൊക്കെ. അബ്രു ഇങ്ങനെ ആദ്യമായിട്ടല്ലേ ബേർഡ്സിന് ഫുഡ് കൊടുക്കുന്നത്? എന്താണ് അബ്രുവിൻ്റെ അതിനെ പറ്റിയുള്ള അഭിപ്രായം? എന്താണ് ക്യാമറ അവനെ കിട്ടുന്നുണ്ടോ? ക്യാമറ അഭിപ്രായം എന്ന് പറഞ്ഞാല് ബേർഡ്സിന് വെള്ളം കൊടുത്തില്ലെങ്കിൽ ബേർഡ്സിന് ദാഹിക്കും വിശക്കുകയും ചെയ്യും. ഫ്ലവേഴ്സിനും വെള്ളം കൊടുത്തില്ലെങ്കിൽ ഫ്ലവേഴ്സും തളർന്നു. അപ്പോൾ നമ്മൾ എല്ലാത്തിനും വെള്ളവും ഭക്ഷണവും എല്ലാത്തിനും കൊടുക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ആരെ പഠിപ്പിച്ചത്? മിസ് എനിക്ക് പറഞ്ഞു. വെരി ഗുഡ്. നമ്മളത് ഫിറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നിലത്ത് വെച്ചാൽ നിലത്ത് ഇങ്ങനെ ഇരുന്നോളും, വീണ് പോകില്ല. ബേർഡ്സ് വന്നിട്ട് ഇപ്പോൾ അവിടെ ഇപ്പുറത്ത് ഇരിക്കുകയാണെങ്കിലും അതവിടെ ഇരുന്നോളും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അരി ഇട്ടാലോ? വേണ്ട, ഇതാ നമ്മൾ എടുത്ത മിക്സഡ് അരി കേട്ടോ. നമുക്ക് നല്ല വെയിലാട്ടോ. ഇത് മിക്സഡ് ആയിട്ടുള്ള അരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് ഇപ്പോൾ തൽക്കാലം ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അരി മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇനി പ്രധാന പ്രശ്നം ഇതൊന്നുമില്ല, ബേർഡ്സ് ഇത് അറിയണം ഇവിടെ അരി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. കാക്ക വരും, എന്താണേലും കാക്ക ഉണ്ടാവും. കാക്ക വന്നു കഴിഞ്ഞാൽ അലമ്പാവും മൊത്തത്തിൽ. കാക്ക, ജോസഫ് ബേർഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം. ഇതിപ്പോൾ എന്താക്കാം, അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. സത്യം പറഞ്ഞാൽ ഇത് തൂക്കിയിടാൻ പറ്റും കേട്ടോ. ഇത് തൂക്കിയിടാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കമ്പി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിൽ തൂക്കിയിടായിരുന്നു ഈസി ആയിട്ട് അല്ലേ? അപ്പോൾ നോക്കാം നമുക്ക്. ഇതിൽ ബേർഡ്സ് വന്നിട്ട് ഇത് മറിഞ്ഞ് വീഴോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ അപ്പുറം ഡണ്ണാണോ? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബേർഡ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, എന്നാ നമുക്ക് മാറിയില്ല. നമുക്ക് കുറച്ച് അരി ഇവിടെ വെതറിയിട്ടാലോ? എന്നൊരു പണിയാണ്. ഓക്കെ ഓക്കെ, അങ്ങനെ കുഴപ്പമില്ല. നമുക്ക് കുറച്ച് അരി നമ്മളിവിടെ വെതറിടും. ഇനിയിപ്പോൾ അത് അറിഞ്ഞിട്ട് ഒന്ന് വന്നോട്ടെ. ഓക്കെ, ഇവിടെ കുറച്ച് ഈ ബേർഡ്സ് ഇതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്നറിയോ? ഇതുണ്ട്, ഇവിടെ വന്നിട്ട് ബേർഡ്സ് ഇങ്ങനെ ഇതിങ്ങനെ കൊത്തുന്നതിനനുസരിച്ച് മോളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാ ഇവിടെ കൊത്തിയാലും അത് വരും. ഇവിടെ കാക്ക ഏറ്റവും വന്ന് ഇരിപ്പുണ്ട്. ഉപ്പൻ വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇതിലിങ്ങനെ കൊത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് മോളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ സെറ്റാവും. ഈ മോളിൽ നിന്ന് വന്നിട്ട് ഇതാ ഇവിടെ അത് വീണ്ടും ഇങ്ങനെ സെറ്റായി നിൽക്കും. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ടെക്നിക്കാണ് അതിൻ്റെ. അപ്പോൾ നമ്മൾ ഇതാ ബേർഡ് ഫീഡർ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളം കുടിക്കാൻ താഴെ പോയതാണ്. ഇപ്പോൾ ബേർഡ്സ് അപ്പോഴത്തേക്ക് എത്തുമായിരിക്കും. ബേർഡ്സിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. ഉപ്പം വന്നിരിപ്പുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഒളിച്ചിരിക്കാം. കമാ. നമുക്ക് ഒളിച്ചിരിക്കാം. നമ്മൾ
ഞങ്ങൾ മുകളിൽ സംഭവമൊക്കെ സെറ്റാക്കിയിട്ട് താഴെ വന്നിരിക്കുകയാണ്. ബേഡ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്യാണ്. വരുമോ ഇല്ലയോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമുക്ക് മുകളിൽ ബേഡ്സ് വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. കാരണം ബേഡ്സ് ഉണ്ട് നമ്മുടെ ഈ മരത്തിലും ഈ വയറിലൊക്കെ എപ്പോഴും വന്നിരിക്കാറുണ്ട്. ഇനി ബേഡ്സ് കാണാത്തതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ലല്ലോ. ഗൈസ് നമ്മൾ കണ്ട ഇപ്പുറത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഫോണിൽ സൂം ചെയ്തിട്ടുള്ള ഷോട്ടാണിത്. ബേഡ്സിന് നല്ല ഈസി ആയിട്ട് വന്ന് ഇരിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, വന്നിരുന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ ഇനിയിപ്പോൾ നമ്മളെ കണ്ടിട്ടാണോ ഇനി വരാത്തത്? ഗൈസ് നമ്മൾ നേരത്തെ ഇരുന്ന പൊസിഷനിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. മുകളിൽ തന്നെ ടെറസിൽ തന്നെ വെയിറ്റ് ചെയ്യില്ല, നമ്മൾ താഴെ പോയി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. നോക്കാം നമുക്ക് ബേഡ്സ് ഏതെങ്കിലും വന്നിരിക്കുമോ എന്ന്. നമ്മൾ പായസമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗൈസ് ഇത്രയും നേരമായിട്ട് ഒരു ബേർഡ് പോലും വന്നിട്ടില്ല. ഇപ്പോൾ ഈവനിങ് ആയി, ഈവനിങ് 5-6 മണിയായി. അപ്പോൾ ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൊരു കഷ്ണം ബ്രെഡും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ബേഡ്സ് ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്ക് നോക്കാം. ഏയ് കാക്കേ കമോൺ, ഏയ് ഗൈസ്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. ഞങ്ങൾ ഇതാ സംഭവം നമ്മുടെ വരാന്തയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. സംഭവം ഇവിടെയെങ്കിലും ബേർഡ് വന്നാൽ മതിയായിരുന്നു. ഗൈസ് ഞങ്ങളങ്ങനെ ദിവസങ്ങളോളം കാത്തിരുന്നു. ഒരു പക്ഷി പോലും ഞങ്ങളുടെ ബേർഡ് ഫീഡറിൻ്റെ അടുത്തേക്ക് വന്നില്ല. നമ്മുടെ ഏരിയയിലെ പക്ഷികൾക്കൊന്നും നമ്മുടെ ഭക്ഷണം വേണ്ട എന്ന ആ നഗ്ന സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ചില സർക്കാർ പദ്ധതികൾ പോലെ ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് പാളിപ്പോയതായി ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അപ്പോളേ നെക്സ്റ്റ് വീഡിയോ കാണാമേ.